നമ്മൾ ഐ സി എഞ്ചിൻ്റെ ഒരു ഇൻട്രൊഡക്ടറി പാർട്ട് പഠിച്ചു. എന്താണ് ഐ സി എഞ്ചിൻ എന്നും എന്താണ് എക്സ്റ്റേണൽ കമ്പഷൻ എഞ്ചിൻസ് എന്നും അതുപോലെ അതിൻ്റെ ഡിഫറെൻറ്റ് എക്സാമ്പിൾസ് നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് ഐ സി എഞ്ചിൻ്റെ ബേസിക് എലമെൻറ്റ്സ് പഠിക്കാം. ബേസിക് കമ്പോണൻസ് ഓഫ് ഐ സി എഞ്ചിൻസ് എന്തൊക്കെയെന്ന് പഠിക്കാം. ഈ ഐ സി എഞ്ചിൻ അല്ലെങ്കിൽ എഞ്ചിൻ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലോട്ട് ഓടിയെത്തുന്ന ആദ്യത്തെ പോയിന്റ് എന്തായിരിക്കും? പിസ്റ്റനും സിലിണ്ടറും. ഐ സി എഞ്ചിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള രണ്ട് എലമെൻറ്റുകളാണ്, ഒന്ന് പിസ്റ്റനും ഒന്ന് സിലിണ്ടറും. നമുക്ക് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, കൺസിഡർ ദിസ് ഇസ് എ പിസ്റ്റൺ, ദിസ് ഇസ് എ സിലിണ്ടർ. ഈ സിലിണ്ടറിൽ എന്തുണ്ട്? ഒരു പിസ്റ്റൺ ഉണ്ട്. ഓക്കെ, പിസ്റ്റൻ്റെ പർപ്പസ് എന്താണ്? പിസ്റ്റൻ്റെ മോഷൻ എങ്ങനെയായിരിക്കും? ദ മോഷൻ ഓഫ് ദ പിസ്റ്റൺ ഈസ് കൺസ്ട്രെയിൻറ്റ്. എന്താ കൺസ്ട്രെയിൻറ്റ് എന്ന് പറയുന്നത്? ഈ പിസ്റ്റൺ ഇതിനകത്ത് കിടന്ന് റെസിപ്രോക്കേറ്റ് ചെയ്യാൻ മാത്രമേ പറ്റൂ. മുകളിലോട്ടും താഴോട്ടുമുള്ള റെസിപ്രോക്കറ്ററി മോഷൻ മാത്രമേ പിസ്റ്റൺ നമ്മൾ അലൗ ചെയ്ത് കൊടുക്കുന്നുള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത്, കൺസ്ട്രെയിൻറ്റ് മോഷനാണ്. വേറെ യാതൊരു മോഷനും പിസ്റ്റന് ചെയ്യാൻ പറ്റത്തില്ല, ഈ സിലിണ്ടറിനകത്ത് കിടന്നുകൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഈ പിസ്റ്റന് തോന്നിയ പോലെ മൂവ് ചെയ്യാൻ പറ്റത്തില്ല. ഈ പിസ്റ്റൺ മുകളിലോട്ട് പോകുന്നതിന് നമുക്ക് ഫോർവേഡ് സ്ട്രോക്ക് എന്ന് വിളിക്കാം, താഴോട്ട് വരുന്നതിന് നമുക്ക് വേണമെങ്കിൽ ബാക്ക്വേർഡ് സ്ട്രോക്ക് എന്ന് വിളിക്കാം. ഈ ഫോർവേഡ് സ്ട്രോക്കിന് ഒരു ഡെഡ് ലൈൻ ഉണ്ട്. അതായത് ഈ പിസ്റ്റന് മാക്സിമം ഈ പോയിന്റ് വരെ, ഈ ലൈൻ വരെ മാത്രമേ ഈ പിസ്റ്റന് ഫോർവേഡ് സ്ട്രോക്കിൽ വരാൻ പറ്റൂ. അതിനപ്പുറത്തേക്ക് ഈ പിസ്റ്റന് മൂവ് ചെയ്യാൻ പറ്റത്തില്ല. ആ ലൈനിനെ വിളിക്കുന്ന പേരാണ്, അല്ലെങ്കിൽ ആ പൊസിഷനെ വിളിക്കുന്ന പേരാണ് ടോപ്പ് ഡെഡ് സെൻറ്റർ. അതേപോലെ പിസ്റ്റൺ താഴോട്ട് റെസിപ്രോക്കേറ്റ് ചെയ്യുമ്പോൾ മാക്സിമം പിസ്റ്റൺ ഈ പോയിന്റ് വരെ എത്താൻ പറ്റത്തുള്ളൂ. ഈ പൊസിഷനെ വിളിക്കുന്ന പേരാണ് ബോട്ടം ഡെഡ് സെൻറ്റർ. ബോട്ടം ഡെഡ് സെൻറ്റർ. ഇനി ഈ ടോപ്പ് ഡെഡ് സെൻറ്ററിന് മറ്റൊരു പേരുണ്ട്. അതാണ് എല്ലാവർക്കും കൺഫ്യൂസ് ആയി പോകുന്നത്. കാരണം ഈ ടോപ്പും ബോട്ടവും ഓർത്ത് വെക്കാൻ എളുപ്പമുണ്ട്. പിസ്റ്റൻ്റെ ടോപ്പ് പൊസിഷനിലാണ് ആരുള്ളത്? ടി ഡി സി ഉള്ളത്. പിസ്റ്റൻ്റെ ബോട്ടം പൊസിഷനിലാണ് ആരുള്ളത്? ബി ഡി സി ഉള്ളത്. അതുകൊണ്ട് ഈ രണ്ട് പോയിന്റ്സ് നമുക്ക് ഒരിക്കലും തെറ്റിപ്പോകത്തില്ല. ഇനി പറയുന്ന ടി ഡി സിയുടെ മറ്റൊരു പേരാണ് ഇന്നർ ഡെഡ് സെൻറ്റർ. ബി ഡി സിയുടെ മറ്റൊരു പേരാണ് ഔട്ടർ ഡെഡ് സെൻറ്റർ. ഇത് ചിലപ്പോൾ കൂട്ടുകാർക്ക് തെറ്റിപ്പോകും. എവിടെയാണ് ഇന്നറും എവിടെയാണ് ഔട്ടറും? അത് ആലോചിച്ച് വെക്കാൻ, അത് ഓർത്ത് വെക്കാൻ ഒരു പോയിന്റ് ഉണ്ട്. ഈ പിസ്റ്റൻ്റെ ഉള്ളിലല്ലേ, അകത്തല്ലേ ഈ ടി ഡി സി നിൽക്കുന്നത്? അകത്തായതുകൊണ്ട്, ഉള്ളിലായതുകൊണ്ട് അവൻ എന്ത് വിളിക്കാം? ഇന്നർ ഡെഡ് സെൻറ്റർ എന്ന് വിളിക്കാം. ഈ പിസ്റ്റന് പുറത്തോട്ടാണ് ആര് നിൽക്കുന്നത്? ബി ഡി സി, ബോട്ടം ഡെഡ് സെൻറ്റർ. അതുകൊണ്ട് നമുക്ക് അവനെ പുറത്തോട്ട് നിൽക്കുന്നത് കൊണ്ട് ഞാൻ എന്ത് വിളിച്ചു? ഔട്ടർ ഡെഡ് സെൻറ്റർ. ഓക്കെ അല്ലേ? ഈ പോയിന്റ്സ് ക്ലിയർ ആയല്ലോ? ബി ഡി സിയും ടി ഡി സിയും ബേസിക് ആണ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന രണ്ട് പോയിന്റ്സ് ആണ്. ഈ ടി ഡി സിയും ബി ഡി സിയും തമ്മിലുള്ള ലെങ്ത്തിനെ വിളിക്കുന്ന പേരാണ് സിംപ്ലി സ്ട്രോക്ക്, ഓർ വി ക്യാൻ സേ ദാറ്റ് സ്ട്രോക്ക് ലെങ്ത്. സ്ട്രോക്ക് എന്ന് വിളിക്കാം, അല്ലെങ്കിൽ സിംപ്ലി സ്ട്രോക്ക് ലെങ്ത് എന്ന് പറയാം. ഓക്കെ അല്ലേ? ഇനി ശ്രദ്ധിക്കുക, ഇതാണ് നമ്മുടെ പിസ്റ്റൺ സിലിണ്ടർ അറേഞ്ച്മെൻറ്റ്. ഓക്കെ, അല്ലെങ്കിൽ ഞാൻ വേറൊരു ഫിഗർ വരയ്ക്കാം. ഇതാണ് നമ്മുടെ പിസ്റ്റൺ സിലിണ്ടർ. ഇതാണ് നമ്മുടെ എന്താണ്? ബി ഡി സി, ബോട്ടം ഡെഡ് സെൻറ്ററും. ഈ ലൈനാണ് നമ്മുടെ ടോപ്പ് ഡെഡ് സെൻറ്റർ ആണെന്ന് വിചാരിക്കുക. ഈ ബി ഡി സി മുതൽ ടി ഡി സി വരെയുള്ള ഈ ലെങ്ത്തിനെ വിളിക്കുന്ന പേരാണ് സ്ട്രോക്ക് ലെങ്ത് എന്ന് പറഞ്ഞുകൊണ്ട്. ഈ പിസ്റ്റൺ എന്താ ചെയ്യുന്നത്? ബി ഡി സിയിൽ നിന്ന് ടി ഡി സിയിലേക്ക് പിസ്റ്റണിനെ സ്വീപ്പ് ചെയ്ത് പോവുകയില്ലേ? അങ്ങനെ സ്വീപ്പ് ചെയ്ത് പോകുമ്പോൾ പിസ്റ്റൺ എത്ര വോളിയം, സിലിണ്ടറിൻ്റെ എത്ര വോളിയം കവർ ചെയ്യുന്നു? ഈ ഹാച്ച് ചെയ്തിരിക്കുന്ന വോളിയമില്ലേ പിസ്റ്റൺ കവർ ചെയ്യുന്നത്? ആ വോളിയത്തിനെ വിളിക്കുന്ന പേരാണ് സെപ്റ്റ് വോളിയം. എന്തുകൊണ്ട് സെപ്റ്റ് വോളിയം എന്ന പേര് വരാൻ കാരണം? പിസ്റ്റൺ സ്വീപ്പ് ചെയ്തു പോകുന്ന വോളിയം ആയതുകൊണ്ട് അവനെ വിളിക്കുന്ന പേരാണ് സെപ്റ്റ് വോളിയം. സോ ആ സെപ്റ്റ് വോളിയത്തിന് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് വി എസ്. സോ വി എസ് മീൻസ് സെപ്റ്റ് വോളിയം. അപ്പോൾ വോളിയം നമുക്ക് എല്ലാവർക്കും അറിയാം. വാട്ട് ഈസ് വോളിയം? വോളിയം എന്ന് പറഞ്ഞാൽ ഒരു ഏരിയ ഇൻറ്റു ഒരു ലെങ്ത് ആയിരിക്കും. ഏരിയ ഇൻറ്റു ലെങ്ത്, അല്ലെങ്കിൽ ഒരു ലെങ്ത് ഡയമെൻഷനാണ് വോളിയം വരുന്നത്, ഏരിയ ആൻഡ് ലെങ്ത്. ഈ പിസ്റ്റൻ്റെ ക്രോസ് സെക്ഷൻ, ഈ സൈഡിൽ നോക്കുമ്പോൾ ക്രോസ് സെക്ഷൻ ഏരിയ ആണ് ക്രോസ് സെക്ഷൻ ഏരിയ എന്ത് ഏരിയ ആണ്? സർക്കുലർ ക്രോസ് സെക്ഷൻ ആണ്. ഒരു സിലിണ്ടറിൻ്റെ സർക്കുലർ ക്രോസ് സെക്ഷൻ ഏരിയ എന്താണ്? π/4 d². സോ ഈ ഏരിയയുടെ സ്ഥാനത്ത് ആര് വരും? π/4 d² വരും. π/4 d² ഉണ്ട് ലെങ്ത്. പിസ്റ്റൺ എത്ര ദൂരമാണ് പിസ്റ്റൺ സ്വീപ്പ് ചെയ്യുന്നത്? എൽ ദൂരമല്ല, അല്ലെങ്കിൽ സ്ട്രോക്ക് ലെങ്ത്തിൻ്റെ ദൂരമാണ് പിസ്റ്റൺ എന്ത് ചെയ്യുന്നത്? സ്വീപ്പ് ചെയ്യുന്നത്. അപ്പോൾ ആ ലെങ്ത് ഡയമെൻഷനിൽ ആര് വരും? എല്ല് വരും. സോ ഇവിടെ നമുക്ക് മനസ്സിലായി സെപ്റ്റ് വോളിയം എന്ന് പറഞ്ഞാൽ എന്താണ്? π/4 d² ഇൻറ്റു എൽ. ഇതിൽ ഈ ഡി എന്ന് പറയുന്ന പോയിന്റ്, ഡി എന്ന് പറയുന്ന ഡയമെൻഷൻ എന്താണെന്ന് നമുക്കറിയാം. ദാറ്റ് ഡി റെപ്രസെൻറ്റ്സ് ദ diameter of the cylinder, or simply we can say this d
ടെക്നിക്കൽ പേരെന്താണ്? ഡയമീറ്റർ ആണെങ്കിലും IC എൻജിൻസിൻ്റെ പേരിൽ അവൻ അറിയപ്പെടുന്നത് എന്താണ്? ബോർ എന്നാണ്. D is the bore of the cylinder. ബോർ എന്ന് വെച്ചാൽ ഒന്നുമല്ല, ഡയമീറ്റർ ഓഫ് ദ സിലിണ്ടർ ആണ്. ബോർ മീൻസ് ഡയമീറ്റർ ഓഫ് ദ സിലിണ്ടർ. ക്ലിയർ? സോ നമുക്ക് എന്ത് മനസ്സിലായി? സെപ്റ്റ് വോളിയം എന്താണെന്ന് മനസ്സിലായി, TDC എന്താണെന്ന് മനസ്സിലായി, BDC എന്താണെന്ന് മനസ്സിലായി. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ്, വേറൊരു ഫിഗർ വരയ്ക്കാം. ഇതാണ് നമ്മുടെ അഗെയിൻ ഒരു പിസ്റ്റൺ സിലിണ്ടർ വരയ്ക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ എന്താണ് BDC, ബോട്ടം ഡെഡ് സെൻറ്റർ ആണ്. ദിസ് പോയിന്റ് ഈസ് അവർ അഗെയിൻ ടോപ്പ് ഡെഡ് സെൻറ്റർ ഓർ ഇന്നർ ഡെഡ് സെൻറ്റർ. ഇവിടെ ഒരു പുതിയൊരു വോളിയം പഠിക്കാനുണ്ട്, ക്ലിയറൻസ് വോളിയം. വാട്ട് ഈസ് ക്ലിയറൻസ് വോളിയം? ഒരു എക്സാമിന് ചോദിച്ചിട്ടുള്ള ഡെഫിനിഷൻ ഓഫ് ക്ലിയറൻസ് വോളിയം ശ്രദ്ധിക്കുക. ഡെഫിനിഷൻ ഓഫ് ദ ക്ലിയറൻസ് വോളിയം, ഇറ്റ് ഈസ് ദ വോളിയം ഓഫ് ദ സിലിണ്ടർ വെൻ ദ പിസ്റ്റൺ ഈസ് അറ്റ് ദ ടോപ്പ് ഡെഡ് സെൻറ്റർ ഓർ ഇന്നർ ഡെഡ് സെൻറ്റർ. പിസ്റ്റൺ ടോപ്പ് ഡെഡ് സെൻറ്ററിൽ വരുമ്പോൾ സിലിണ്ടറിൻ്റെ വോളിയം, ഇവിടെയാണ് ഇതാണ് ടോപ്പ് ഡെഡ് സെൻറ്റർ. പിസ്റ്റൺ ടോപ്പ് ഡെഡ് സെൻറ്ററിൽ എത്തിക്കഴിഞ്ഞാൽ സിലിണ്ടറിൻ്റെ വോളിയം എന്താണ്? ഈ കാണിക്കുന്ന ഹാച്ചറ്റ് പോർഷൻ അല്ലേ നമ്മുടെ സിലിണ്ടറിൻ്റെ വോളിയം. സോ ദിസ് വോളിയം ഈസ് നോൺ ആസ് ക്ലിയറൻസ് വോളിയം ആൻഡ് ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ VC. നമ്മൾ എന്തിനാണ് ഈ VC പ്രൊവൈഡ് ചെയ്യുന്നത്? ആർക്കെങ്കിലും അറിയാമോ? വൈ വി ആർ പ്രൊവൈഡിങ് ദിസ് ക്ലിയറൻസ് വോളിയം? കാരണം ഇവിടെ എന്ത് ഓടിക്കളിക്കാനുണ്ട്, ഇവിടെ വാൽവ്സിന് വർക്ക് ചെയ്യേണ്ടതുണ്ട് അല്ലേ? വാൽവ്സ് ഇങ്ങനെ ടു ആൻഡ് ഫ്രോ മൂവ് ചെയ്യണം, എയറിൻ്റെ ഇൻടേക്ക് എടുക്കാനും ഇതിനകത്തുള്ള കമ്പഷൻ പ്രോഡക്റ്റിനെ എക്സോസ്റ്റ് ചെയ്ത് കളയാനും നമുക്ക് ഇൻലെറ്റ് വാൽവും എക്സോസ്റ്റ് വാൽവും. അപ്പോൾ ആ വാൽവിൻ്റെ സ്മൂത്ത് വർക്കിങ്ങിന് വേണ്ടിയാണ് നമ്മൾ ഈ ക്ലിയറൻസ് വോളിയം കൊടുത്തിരിക്കുന്നത്. ഈ ക്ലിയറൻസ് വോളിയം കൊടുത്തില്ലായിരുന്നെങ്കിൽ എന്ത് പറ്റും? പിസ്റ്റൺ വന്ന് എവിടെ ഹിറ്റ് ചെയ്യും? നമ്മുടെ ഈ വാൽവ്സിൽ ഹിറ്റ് ചെയ്യും. അങ്ങനെ ഹിറ്റ് ചെയ്താൽ വാൽവ്സിന് മെക്കാനിക്കൽ ഡാമേജുകൾ ഉണ്ടാവും. അതുകൊണ്ട് വി ഹാവ് ടു പ്രൊവൈഡ് സം ക്ലിയറൻസ് വോളിയം. ഡെഫിനേഷൻ ഓർത്ത് വയ്ക്കുക, ഒരു പ്രാവശ്യം എക്സാമിന് ചോദിച്ചതാണ് ഡെഫിനേഷൻ ഓഫ് ക്ലിയറൻസ് വോളിയം. ഇറ്റ് ഈസ് ദ വോളിയം ഓഫ് ദ സിലിണ്ടർ വെൻ ദ പിസ്റ്റൺ ഈസ് അറ്റ് ദ ടോപ്പ് ഡെഡ് സെൻറ്റർ. ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് വേറൊരു ടേമാണ് ക്ലിയറൻസ് റേഷ്യോ. ക്ലിയറൻസ് റേഷ്യോ ആൻഡ് ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ C. ഒരു ടെക്നിക്കൽ ടേമാണ് ഇത്. ക്ലിയറൻസ് റേഷ്യോ എന്താണെന്നൊക്കെ നമ്മൾ സൈക്കിൾസ് പഠിപ്പിക്കുമ്പോൾ ഞാൻ നിങ്ങൾക്കത് പറഞ്ഞുതരാം. തൽക്കാലം ഇപ്പോൾ പോയിന്റ്സ് മാത്രം, ആ ഇക്വേഷൻ മാത്രം ഓർക്കുക. ക്ലിയറൻസ് റേഷ്യോ ഈസ് ദ റേഷ്യോ ഓഫ് ക്ലിയറൻസ് വോളിയം ഡിവൈഡഡ് ബൈ സെപ്റ്റ് വോളിയം. ഇതും ഒരു പ്രാവശ്യം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ച ഒരു പോയിന്റാണ്. എന്താണ് ക്ലിയറൻസ് റേഷ്യോ? VC/VS ആണോ, VS/VC ആണോ, വേറെ ഏതെങ്കിലും വോളിയത്തിൻ്റെ റേഷ്യോ ആണോ ചോദിച്ചിട്ടുണ്ട്. പഠിച്ചു വെക്കുക. അപ്പോൾ ക്ലിയറൻസ് വോളിയം എന്താണ് നമ്മൾ പഠിച്ചു. ഇനി ഇതെന്താണ്? ദിസ് ലെങ്ത് ആണ് സ്ട്രോക്ക് ലെങ്ത് എന്ന് നമ്മൾ പഠിച്ചു അല്ലേ? ആ വോളിയം അവിടെ നിൽക്കട്ടെ. ഈ പിസ്റ്റൺ ഇവിടെ എന്താ ചെയ്യുക? പിസ്റ്റൺ ഇവിടെ നിന്ന് ഫോർവേഡ് സ്ട്രോക്കും പോകുന്നുണ്ട്, ബാക്ക്വേർഡ് സ്ട്രോക്കും പോകുന്നുണ്ട്. അപ്പോൾ പിസ്റ്റൺ, അതായത് നമ്മളെ ക്രാങ്ക് ഒരു പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്യുമ്പോൾ പിസ്റ്റൺ എന്ത് ചെയ്യും? അങ്ങോട്ട് എഴുതൂരം പോയിട്ട് തിരിച്ച് എഴുതൂരം വരും. അതൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. ക്രാങ്ക് 180 ഡിഗ്രി, ഇവിടെയാണ് ക്രാങ്കിൻ്റെ പൊസിഷൻ എങ്കിൽ, ഇതാണ് ക്രാങ്കിൻ്റെ പൊസിഷൻ എങ്കിൽ ഇവിടെയാണ് ഞാൻ ഇപ്പോൾ ക്രാങ്കിനോട് ഫിക്സ് ചെയ്തിരിക്കുക. ഈ ക്രാങ്ക് ഇവിടെ നിന്ന് കറങ്ങി ഇവിടെ എത്തുമ്പോൾ 180 ഡിഗ്രി ആകുമ്പോൾ എന്ത് സംഭവിക്കും? ഈ പിസ്റ്റൺ ഫോർവേഡ് സ്ട്രോക്ക് കംപ്ലീറ്റ് ചെയ്തിരിക്കും. തിരിച്ച് ഇവിടെ നിന്ന് പിന്നെയും 180 ഡിഗ്രി കറങ്ങി നമ്മളെ ക്രാങ്ക് റൊട്ടേറ്റ് തിരിച്ചെത്തുമ്പോൾ എന്ത് പറ്റും? തിരിച്ച് നമ്മുടെ പിസ്റ്റൺ ബാക്ക്വേർഡ് സ്ട്രോക്കിലെത്തും. അതായത് ഒരു ഫുൾ 360 ഡിഗ്രി കറങ്ങിയാൽ നമ്മുടെ പിസ്റ്റൺ എത്ര ദൂരം പോവും? അങ്ങോട്ട് L ദൂരം, ബാക്കിലോട്ട് L ദൂരം, ടോട്ടൽ 2L ദൂരം. ഒരു റെവല്യൂഷൻ, ക്രാങ്കിൻ്റെ ഒരു റെവല്യൂഷൻ കഴിയുമ്പോഴേക്കും പിസ്റ്റൺ 2L ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തിരിക്കും. ഇത് ഞാൻ പറയാനുള്ള കാരണം ഡിജിറ്റലായിട്ട് ഞാൻ ഫിഗർ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് കാണിച്ചു തരാം. ഇപ്പം നമ്മൾ പഠിക്കാൻ പോകുന്ന ഒരു ടേമാണ് മീൻ പിസ്റ്റൺ സ്പീഡ്. എന്താണ് മീൻ പിസ്റ്റൺ സ്പീഡ്? എന്താണ് ഈ സ്പീഡ്? അതായത് പിസ്റ്റൻ്റെ മീൻ സ്പീഡിനെ വിളിക്കുന്ന പേരാണ് മീൻ പിസ്റ്റൺ സ്പീഡ്. സ്പീഡ് നമുക്ക് എല്ലാവർക്കും അറിയാം, ഡിസ്റ്റൻസ് ബൈ ടൈം. ഇതെല്ലാവർക്കും അറിയാവുന്ന ബേസിക് ഫണ്ടമെൻ്റൽസ് അല്ലേ, ഡിസ്റ്റൻസ് ബൈ ടൈം. പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഡിസ്റ്റൻസ് എത്രയാണ്, അതിന് വേണ്ടിയെടുത്ത സമയം എത്രയാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുക. അത് രണ്ടും കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ കാര്യം സിമ്പിളായി. ഈ ക്രാങ്ക് ഞാനിപ്പോൾ പറഞ്ഞല്ലോ, ക്രാങ്ക് ഇങ്ങനെ എന്ത് ചെയ്യിക്കാണ്? ക്രാങ്ക് പ്യുവർലി ഒരു റോട്ടറി മോഷനാണ്. ക്രാങ്ക് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ക്രാങ്കിൻ്റെ സ്പീഡ് ഞാൻ പറയുന്നതാണ് എന്ത്? RPM. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ക്രാങ്കിൻ്റെ റെവല്യൂഷൻ, ക്രാങ്കിൻ്റെ RPM 300
RPM ആണെന്ന് പറയുന്നത്. നമ്മൾ ക്യാപിറ്റൽ എൻഡിലാണ് RPM പറയുന്നത്. അതായത് 300 300 അല്ല, ഞാനിവിടെ 3000 എന്നാണ് കാണിച്ചിരിക്കുന്നത്. നമുക്കത് 300 300 റെവല്യൂഷൻ പെർ മിനിറ്റ്. RPMൻ്റെ ഫുൾ ഫോം അറിയാമല്ലോ. എന്താ RPMൻ്റെ ഫുൾ ഫോം? റെവല്യൂഷൻ പെർ മിനിറ്റ്. അപ്പോൾ യൂണിറ്റ് എന്തായിട്ട് വരും? 1/minute ആണ് ആരുടെ യൂണിറ്റ്? നമ്മൾ N എന്താ? RPMത്തിൻ്റെ യൂണിറ്റ്. R എന്ന് വെച്ചാൽ എന്താ? റെവല്യൂഷൻ എന്താണ്? റെവല്യൂഷൻ ഇറ്റ്സ് എ നമ്പർ. ആ നമ്പറിന് യൂണിറ്റ് ഒന്നുമില്ല. അപ്പം 1/minute ആണ്, 1/time ആണ് ആരുടെ യൂണിറ്റ്? ഈ 300 എന്ന ഈ Nൻ്റെ യൂണിറ്റ്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക, ഡിസ്റ്റൻസ് ഒരു ഫുൾ റെവല്യൂഷൻ, ക്രാങ്ക് ഒരു ഫുൾ റെവല്യൂഷൻ, അതായത് 360 ഡിഗ്രി ക്രാങ്ക് കറങ്ങി കഴിയുമ്പോഴേക്കും പിസ്റ്റൺ എത്ര ദൂരം ട്രാവൽ ചെയ്യുന്നു? 2L ദൂരം ട്രാവൽ ചെയ്യുന്നു ഞാൻ പറഞ്ഞിരുന്നു, ശരിയല്ലേ? ഈ 2L ദൂരം ട്രാവൽ ചെയ്യാനുള്ള ഡിസ്റ്റൻസ്, 2L ദൂരം ട്രാവൽ ചെയ്യാൻ എടുക്കുന്ന സമയം താഴെ കൊടുത്താൽ നമ്മുടെ ആൻസറായി. ശ്രദ്ധിക്കുക, ഇവിടെ ഞാൻ പറഞ്ഞു ഈ RPMൻ്റെ യൂണിറ്റ് എന്താണ്? 1/minute ആണ്, ശരിയല്ലേ? Nൻ്റെ യൂണിറ്റ് എന്താണ്? 1/minute. സോ 1/n കൊടുത്താൽ എന്ത് കിട്ടും? 1/minute 1 റെസിപ്രോക്കൽ എടുക്കുമ്പോൾ എന്ത് കിട്ടും? മിനിറ്റിൽ കിട്ടും. സോ കിട്ടി. ഈ പറയുന്ന 2L ദൂരം ട്രാവൽ ചെയ്യാൻ എടുത്ത സമയം എന്തായിരിക്കും? 1/n ആണ്. കാരണം 1/nൻ്റെ യൂണിറ്റ് എന്തിലാണ് വരുന്നത്? ടൈമിലാണ് വരുന്നത്. സോ ന്യൂമറേറ്റർ ഡിസ്റ്റൻസ് ആയി, ഡിനോമിനേറ്ററിൽ ടൈം ആയി. അപ്പോൾ ഈ 1/n മോളിൽ പോകുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2LN. വാട്ട് ഈസ് 2LN? ന്യൂമറേറ്ററിൽ മീറ്ററാണ്. ഞാൻ ഇപ്പോൾ ലെങ്ത് കൊടുത്തിരിക്കുന്ന മീറ്ററിലാണെന്ന് വിചാരിക്കുക, ടൈം കൊടുത്തിരിക്കുന്നത് എന്തിലാണ്? മിനിറ്റിലാണ്. അപ്പോൾ 2Lൻ്റെ യൂണിറ്റ് എന്തിൽ കിട്ടും? മീറ്റർ പെർ മിനിറ്റ്. പക്ഷെ നമ്മൾ സാധാരണ സ്പീഡ് പറയുന്ന യൂണിറ്റ് എന്തിലാണ്? സെക്കൻഡിലല്ലേ? സോ മീൻ പിസ്റ്റൺ സ്പീഡ് നമുക്ക് എന്ത് ചെയ്യണം? ഈ മിനിറ്റിനെ സെക്കൻഡിലോട്ട് കൺവേർട്ട് ചെയ്താൽ എന്ത് ചെയ്താൽ മതി? 2LN / 60. ഇപ്പോൾ യൂണിറ്റ് എന്തിൽ കിട്ടും? മീറ്റർ പെർ സെക്കൻഡ്. ഇതാണ് നമ്മുടെ മീൻ പിസ്റ്റൺ സ്പീഡ്. ഇതും ഒരുപാട് പ്രാവശ്യം എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ഇക്വേഷനാണ്. മീൻ പിസ്റ്റൺ സ്പീഡിൻ്റെ ഇക്വേഷൻ എന്താണെന്ന് ഓപ്ഷൻസിൽ നിന്ന് ചൂസ് ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട്. 2ln/60. പക്ഷേ ശ്രദ്ധിക്കണം, 2ln/60 ആണെങ്കിൽ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡിലായിരിക്കും. സിംപ്ലി 2ln ആണെങ്കിൽ യൂണിറ്റ് എന്തിലായിരിക്കും? മീറ്റർ പെർ മിനിറ്റ്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമേ ഉള്ളൂ. 1/n, ഈ 1/n ആരാണ്? നമ്മുടെ ടൈമാണ്. ദിസ് 1/n ഈസ് അവർ ടൈം. ഓക്കെ, ആ 1/nൻ്റെ യൂണിറ്റ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവൻ്റെ കാര്യങ്ങൾ മനസ്സിലാവും. സോ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് ഒരു ബ്ലോക്ക് ഡയഗ്രത്തിൽ കാണിച്ചു തരാം. ഒന്ന് ശ്രദ്ധിക്കുക. ഒരു ബ്ലോക്ക് ഡയഗ്രം ഞാൻ കാണിച്ചു തരാം, ശ്രദ്ധിച്ച് നോക്കുക. ഓക്കെ, നോക്കൂ, IC എഞ്ചിൻ കമ്പോണൻസ്. ഇൻലെറ്റ് വാൽവ് ഉണ്ട്, എക്സോസ്റ്റ് വാൽവ് ഉണ്ട്, ടോപ്പ് ഡെഡ് സെൻറ്റർ അല്ലെങ്കിൽ ഇന്നർ ഡെഡ് സെൻറ്റർ ഞാൻ വരച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ പിസ്റ്റൺ ഉണ്ട്, പിന്നെ കണക്റ്റിംഗ് റോഡ് ഉണ്ട്, ക്രാങ്ക് ഉണ്ട്, എൻജിൻ ഷാഫ്റ്റ് ഉണ്ട്. ഓക്കെ അല്ലേ? എൻജിൻ ഷാഫ്റ്റ് ഉണ്ട്, കുറച്ചുകൂടെ മുകളുണ്ടാക്കാം. ഓക്കെ, ഇനി നിങ്ങൾ അതിൻ്റെ വർക്കിംഗ് ഒന്ന് ശ്രദ്ധിക്കൂ. ഇവിടെ എന്താ നടക്കുന്നത്? ഇവിടെ ആക്ച്വലി ഇവിടെ എന്താ ഉള്ളത്? ഇപ്പം എയർ ഫ്യൂവൽ മിക്സ്ചർ ഇതിനകത്തുണ്ടല്ലേ. ഈ പിസ്റ്റൺ സിലിണ്ടറിനകത്ത് ആരുണ്ട്? എയർ ഫ്യൂവൽ മിക്സ്ചർ ഉണ്ട്. ഈ എയർ ഫ്യൂവൽ മിക്സ്ചർ ഞാൻ എന്താ ചെയ്യുക? ഇവിടെ ഒരു സ്പാർക്ക് പ്ലഗ് കൊടുക്കും. ആ സ്പാർക്ക് പ്ലഗിൽ നിന്ന് സ്പാർക്ക് കൊടുത്തോടുന്ന എയർ ഫ്യൂവൽ മിക്സ്ചർ എന്ത് ചെയ്യും? ബേൺ ചെയ്യും. കമ്പഷൻ പ്രോഡക്റ്റ് കിടക്കും. കമ്പഷൻ നടക്കുമ്പോഴത്തേക്ക് ഒരു വലിയൊരു പൊട്ടിത്തെറി അകത്ത് കിടക്കുകയല്ലേ. ആ പൊട്ടിത്തെറി അടക്കം പ്രഷർ വേവ്സ് സിലിണ്ടർ വോൾസിനെ പുഷ് ചെയ്യും. പക്ഷേ സിലിണ്ടർ റിജിഡ് ആയതുകൊണ്ട് സിലിണ്ടർ അവിടെ തന്നെ നിൽക്കും. പിസ്റ്റൺ ഫ്രീ ടു മൂവ് ആണ്. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന പ്രഷർ വേവ്സ് ആരെ പുഷ് ചെയ്യുന്നുണ്ട്? നമ്മുടെ പിസ്റ്റനെ പുഷ് ചെയ്യും. അങ്ങനെ പിസ്റ്റണിൽ എന്ത് കിട്ടും? മെക്കാനിക്കൽ വർക്ക് കിട്ടും. അങ്ങനെ പിസ്റ്റൺ താഴോട്ട് റെസിപ്രോക്കേറ്റ് ചെയ്യും. ആ വർക്ക് പിസ്റ്റൺ എന്ത് ചെയ്യും? ഈ കണക്റ്റിംഗ് റോഡിലൂടെ ട്രാൻസ്ഫർ ചെയ്യിപ്പിക്കുന്നു. കണക്റ്റിംഗ് റോഡിലൂടെ ആ വർക്ക് എങ്ങോട്ട് വരുന്നു? നമ്മുടെ ക്രാങ്കിലോട്ട് വരും. ഈ കാണിക്കുന്നതാണ് നമ്മുടെ ക്രാങ്ക്. അങ്ങനെ ക്രാങ്ക് റൊട്ടേറ്റ് ചെയ്യുന്ന പാത്താണ് ഈ സർക്കുലാർ പാത്ത്. ഈ ഡോട്ടഡ് സർക്കിൾ കാണിച്ചിരിക്കുന്നത് എന്താണ്? ക്രാങ്ക് റൊട്ടേറ്റ് ചെയ്യുന്ന സർക്കുലാർ പാത്താണ്. അങ്ങനെ ക്രാങ്ക് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ക്രാങ്കിൻ്റെ ഒരു എൻ്റെ അവിടെ കൊടുത്തിരിക്കുന്നു, നമ്മുടെ എൻജിൻ ഷാഫ്റ്റിൽ കണക്ട് ചെയ്തിരിക്കുന്നു, അല്ലെങ്കിൽ ക്രാങ്ക് ഷാഫ്റ്റിൽ കണക്ട് ചെയ്തിരിക്കുന്നു. ക്രാങ്ക് കറങ്ങുന്നതോടുകൂടി ആരും കറങ്ങും? നമ്മുടെ എൻജിൻ ഷാഫ്റ്റും റൊട്ടേറ്റ് ചെയ്യും. അവിടെ നിന്ന് നമുക്ക് എന്ത് കിട്ടും? ഔട്ട്പുട്ട് പവർ കിട്ടും. ഇതാണ് ബേസിക് വർക്കിംഗ് ഓഫ് IC എൻജിൻ. പക്ഷേ ശ്രദ്ധിപ്പെടെ രണ്ട് ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. നമ്മുടെ പിസ്റ്റൻ്റെ വർക്കിംഗ് എന്താണ്? പിസ്റ്റൺ ഈസ് പ്യുവർലി റെസിപ്രോക്കേറ്റിംഗ് ഇൻസൈഡ് ദ സിലിണ്ടർ, വിച്ച് മീൻസ് പിസ്റ്റൺ ഒരു പ്യുവർ ട്രാൻസ്ലേഷൻ മോഷനാണ്. റെസിപ്രോക്കേഷൻ മാത്രമേ പറ്റൂ. നമ്മുടെ ക്രാങ്ക് നോക്കൂ, ക്രാങ്ക് ഈസ് പ്യുവർലി റോട്ടറി മോഷൻ. പ്യുവറായിട്ട് റോട്ടറി മോഷൻ മാത്രമേ ആര് ചെയ്യുന്നുള്ളൂ? നമ്മുടെ ക്രാങ്ക് ചെയ്യുന്നുള്ളൂ. പക്ഷേ ഈ പറയുന്ന പിസ്റ്റൻ്റെ ഈ റെസിപ്രോക്കേറ്റിംഗ് മോഷന് ഈ ക്രാങ്കിൻ്റെ റോട്ടറി മോഷനാക്കി മാറ്റാൻ സഹായിച്ചതാരാണ്? കണക്റ്റിംഗ് റോഡ്. അതല്ലെങ്കിൽ
പിസ്റ്റനെയും ക്രാങ്കിനെയും കണക്ട് ചെയ്യുന്ന ഒരു റോഡാണ് ആര്? കണക്റ്റിംഗ് റോഡ്. ആ കണക്റ്റിംഗ് റോഡിൻ്റെ മൂവ്മെൻറ്റ് എന്തായിരിക്കും? ഇറ്റ് ഈസ് എ മോഷൻ ഓഫ് കമ്പൈൻഡ് മോഷൻ ഓഫ് ട്രാൻസ്ലേഷൻ ആൻഡ് റൊട്ടേഷൻ. കാരണം പ്യുവർ ട്രാൻസ്ലേഷൻ നമ്മൾ എങ്ങോട്ട് മാറ്റുകയാണ്? പ്യുവർ റൊട്ടേഷനായിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ഇത് രണ്ടിൻ്റെയും കോമ്പിനേഷൻ ആയിരിക്കും ആരുടെ മോഷൻ? കണക്റ്റിംഗ് റോഡിൻ്റെ മോഷൻ. അതൊന്ന് ശ്രദ്ധിക്കൂ. ഇതാണ് കണക്റ്റിംഗ് റോഡ്. കണക്റ്റിംഗ് റോഡിൻ്റെ ഒരു എൻഡ് ഇവിടെ കൂടെ റെസിപ്രോക്കേറ്റ് മറ്റേ എൻഡ് സർക്കുലർ മോഷൻ. അപ്പോൾ പിസ്റ്റൺ ഇങ്ങനെയല്ലേ പോകത്തുള്ളൂ. കണ്ടോ? അപ്പം ഒരു സൈഡ് റൊട്ടേറ്റ് ചെയ്യുന്നു, ഒരു സൈഡ് റെസിപ്രോക്കേറ്റ് ചെയ്യുന്നു. അപ്പോൾ ടോട്ടൽ കണക്റ്റിംഗ് റോഡിൻ്റെ മൂവ്മെൻറ്റ് എന്തായിരിക്കും? ഇറ്റ് ഈസ് എ കമ്പൈൻഡ് മോഷൻ ഓഫ് ട്രാൻസ്ലേഷൻ ആൻഡ് റൊട്ടേഷൻ. ഇതൊരു പ്രാവശ്യം പ്രീവിയസ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ്. എന്ത് ടൈപ്പ് ഓഫ് മോഷനാണ് കണക്റ്റിംഗ് റോഡിനുള്ളത്? ഇതൊരു കോംപ്ലക്സ് മോഷനാണ്. ഇതിൻ്റെ ഡീറ്റെയിൽഡ് മോഷനൊക്കെ നമ്മൾ അവിടെ പഠിക്കും. തിയറീസ് ഓഫ് മെഷീൻസ് പഠിക്കുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മളവിടെ പഠിക്കാം. ഇപ്പം നിങ്ങൾ ഈ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, സോ ഇതോടുകൂടി നമ്മുടെ ബേസിക് എലമെൻറ്റ്സ് എന്തൊക്കെയാണെന്നും അവൻ്റെ വർക്കിംഗ് എന്തൊക്കെയാണെന്നും പഠിച്ചു. ഇനി ഒരല്പം കൂടെ അഡ്വാൻസ്ഡ് ലെവലിലേക്ക് നമുക്ക് പോകണം. ഓക്കെ, അതിനുവേണ്ടി ഞാൻ അടുത്തൊരു ഫിഗർ എടുക്കുകയാണ്. ഈ അകത്ത് വരച്ചിരിക്കുന്നത് എന്താണ്? ഒരു പിസ്റ്റനാണ്. ഈ വരച്ചിരിക്കുന്നത് ഒരു കണക്റ്റിംഗ് റോഡ്. ഇത് കണക്റ്റിംഗ് റോഡിൻ്റെ സ്മോൾ എൻഡ് ആണ്. ഇത് കണക്റ്റിംഗ് റോഡിൻ്റെ ബിഗ് എൻഡ് ആണ്. ബിഗ് എൻഡിൽ നമ്മൾ ആരെ കണക്ട് ചെയ്തിട്ടുണ്ട്? ഒരു ക്രാങ്കിനെ കണക്ട് ചെയ്തിട്ടുണ്ട്. ക്രാങ്കിൻ്റെ ഒരു എൻഡ് നേരത്തെ പറഞ്ഞ പോലെ എൻജിൻ ഷാഫ്റ്റിൽ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ കാണിച്ചിരിക്കുന്ന ഡോട്ടഡ് സർക്കിൾ എന്താണ്? എല്ലാവരും വിചാരിക്കുന്ന ഈ ഡോട്ടഡ് സർക്കിൾ എന്ന് പറഞ്ഞാൽ അതൊരു ഫിസിക്കൽ സർക്കിൾ എന്ന് വെച്ചാൽ അതൊരു ഫിസിക്കൽ സർക്കിൾ അല്ല. ആ സർക്കിൾ റെപ്രസെൻറ്റ്സ് ദ പാത്ത് ഓഫ് ദ റോട്ടറി പാത്ത് ഓഫ് ദ ക്രാങ്ക് റൊട്ടേറ്റ് ചെയ്യുന്ന പാത്തിനെ കാണിക്കാനാണ് ആ ഒരു ഡോട്ടഡ് സർക്കിൾ ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അല്ലാതെ എഞ്ചിനിൽ അങ്ങനെ ഒരു സർക്കിളൊന്നുമില്ല. ഈ കാണിച്ചിരിക്കുന്ന ഗ്രൂവ് വെച്ച് കാണിച്ചിരിക്കുന്നതാണ് നമ്മുടെ പിസ്റ്റൺ. ഇനി പിസ്റ്റൺ എന്തിനാണ് ഈ ഗ്രൂവ് കൊടുത്തിരിക്കുന്നതാണ് ഇനി പറയാൻ പോകുന്നത്. ശ്രദ്ധിച്ച് കേൾക്കുക, ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. ഓക്കെ, പിസ്റ്റൺ ഇപ്പോൾ എന്ത് ചെയ്യുക എന്ന് വിചാരിക്കുക. ഇതിനകത്ത് എയർ ഫ്യൂവൽ മിക്സ്ചർ ഉണ്ട്. നിങ്ങളൊരു പെട്രോൾ എഞ്ചിൻ കൺസിഡർ ചെയ്യുക. ഇതിനകത്ത് എന്തുണ്ട്? എയർ ഫ്യൂവൽ മിക്സ്ചർ ഉണ്ട്. ഞാനിവിടെ നിന്ന് എന്ത് ചെയ്യുകയാണ്? ഈ സിലിണ്ടറിനകത്തുള്ള എയർ ഫ്യൂവൽ മിക്സ്ചറിൻ്റെ പിസ്റ്റൺ ഇങ്ങനെ മുകളിലോട്ട് കൊണ്ട് കംപ്രസ് ചെയ്യാൻ. മുകളിലോട്ട് പോകുന്നതോറും വോളിയം കുറയുന്നു. വോളിയം കുറയുമ്പോൾ എയർ ഫ്യൂവൽ മിക്സ്ചറിൻ്റെ പ്രഷർ കൂടും. പ്രഷർ കൂടുമ്പോൾ എന്ത് പറ്റും? എയർ ഫ്യൂവൽ മിക്സ്ചർ എസ്കേപ്പ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഈ സിലിണ്ടർ വാൾസിൽ നിന്ന് പുറത്തോട്ട് പോകാൻ പറ്റത്തില്ല. പക്ഷേ ഈ സിലിണ്ടറിൻ്റെ ഈ പിസ്റ്റൺ ഒരു ഗ്യാപ്പ് കൊണ്ട് ഈ ഗ്യാപ്പിലൂടെ ആര് ലീക്ക് ചെയ്ത് പുറത്തു പോകും? നമ്മുടെ എയർ ഫ്യൂവൽ മിക്സ്ചർ പുറത്തു പോകും. അങ്ങനെ പുറത്തു പോയാൽ അതൊരു ലോസാണ്. കാരണം ഈ എയർ ഫ്യൂവൽ മിക്സ് ഇതുവരെ ലീക്ക് ചെയ്ത് പുറത്ത് പോയില്ല എങ്കിൽ അത് എവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമായിരുന്നു? കമ്പസ്റ്റൻ സമയത്ത് ഈ ഫ്യൂവൽ അവിടെ കമ്പസ്റ്റൻ നടക്കുകയും അത് കാരണം ഉണ്ടാകുന്ന ഹീറ്റ് എനർജിയിലൂടെ നമ്മുടെ പിസ്റ്റൺ വർക്ക് കിട്ടുകയും ചെയ്യുമായിരുന്നു. പക്ഷേ ലീക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഈ ലീക്ക് ചെയ്ത് പോയ എയർ ഫ്യൂവൽ മിക്സിനോടെ കത്താൻ പറ്റത്തില്ല. അതുകൊണ്ട് അവന് വർക്ക് തരാനും പറ്റത്തില്ല. നമുക്കൊരു ലോസ് ക്രിയേറ്റ് ചെയ്യും. ആൻഡ് ലോസ് ഓഫ് സച്ച് leakage of air fuel mixture is known as blow-by losses. എന്ത് ലോസ് ആണ്? blow-by losses. It is very important. എന്താണ് blow-by losses? എയർ ഫ്യൂവൽ മിക്സറിന് കമ്പസ്റ്റനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. പിസ്റ്റൻ്റെയും സിലിണ്ടറിൻ്റെ ഇടയിൽ കൂടെ ലീക്ക് ചെയ്ത് പോകുന്ന എയർ ഫ്യൂവൽ മിക്സർ കാരണം ഉണ്ടാകുന്ന ലോസസിനെ വിളിക്കുന്ന പേരാണ് blow-by losses. അപ്പോൾ അങ്ങനെ ലീക്ക് ചെയ്ത് പോകാൻ പാടുണ്ടോ? ഇല്ല. അപ്പോൾ ആ ലീക്കിനെ നമ്മൾ എന്ത് ചെയ്യണം? ഒരു ലീക്ക് പ്രൂഫ് ആക്കി സെറ്റപ്പ് കൊണ്ടുവരണം. ആ ലീക്ക് പ്രൂഫ് സെറ്റപ്പിന് വേണ്ടി ഞാൻ എന്ത് ചെയ്യുകയാണ്? പുതിയൊരു സിസ്റ്റം ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. പുതിയൊരു കമ്പോണന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. ഇങ്ങനെ ഒരു സംഭവം ഇവിടെ കൊണ്ടുവരും ഞാൻ. ആൻഡ് ദിസ് ഈസ് നോൺ ആസ് അവർ കംപ്രഷൻ റിംഗ്. പിസ്റ്റൺ റിംഗ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തു. കംപ്രഷൻ റിംഗ്. ഈ പിസ്റ്റന് ചുറ്റും ഒരു സർക്കുലർ റിംഗ് ഇതുപോലത്തെ ഇതാണ് പിസ്റ്റൺ. ഈ കാണുന്നതാണ് പിസ്റ്റൺ എങ്കിൽ ഞാൻ എന്ത് ചെയ്തു? ഒരു സർക്കുലർ റിംഗ് കൊണ്ടെങ്കിലും. അപ്പോൾ ഇതിനിടയിൽ കൂടെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? എയർ ഫ്യൂവൽ മിക്സ്ചറിന് ലീക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഫോർ ബെറ്റർ സേഫ്റ്റി, എങ്ങാനും ഇത് താഴെ വന്നാൽ പിന്നെയും പോകാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു? ഒരു കംപ്രഷൻ റിംഗും കൂടെ ഇവിടെ കൊടുത്തു. അങ്ങനെ സാധാരണ 2 കംപ്രഷൻ റിംഗ് വരെ കൊടുക്കാറുണ്ട് ഫോർ ബെറ്റർ സേഫ്റ്റി. പക്ഷെ നിങ്ങളെല്ലാവരും പിസ്റ്റൺ റിംഗ് കണ്ടിട്ടുണ്ടോ? പിസ്റ്റൺ റിംഗ് ഒരിക്കലും ഒരു ക്ലോസ്ഡ് സർക്കിൾ അല്ല, ഒരു ഓപ്പൺ സർക്കിൾ ആയിരിക്കും. കണ്ടത് ഇങ്ങനെയായിരിക്കും പിസ്റ്റൺ സിലിണ്ടർ വരുന്നത്. ആ പിസ്റ്റൺ റിംഗ് വരുന്നത് കണ്ടോ? ഇവിടെ ഒരു ഗ്യാപ്പ് ക്രിയേറ്റ് ചെയ്യും. കണ്ടോ? ദിസ് ഇസ് എ ഗ്യാപ്പ്. എന്തിനാണ് ഈ ഗ്യാപ്പ് ക്രിയേറ്റ് ചെയ്യുന്നത്? ആർക്കെങ്കിലും അറിയാമോ? വൈ വി ആർ പ്രൊവൈഡിങ് ദിസ് ഗ്യാപ്പ്? എന്തുകൊണ്ട് നമ്മൾ കംപ്ലീറ്റ്ലി ഈ ഗ്യാപ്പ് ഒരു ക്ലോസ് സർക്കുലർ ക്രോസ് സെക്ഷനിൽ നമ്മുടെ പിസ്റ്റൺ റിങ്ങിന് കൺസ്ട്രക്റ്റ് ചെയ്യുന്നില്ല, ഒരു ഗ്യാപ്പ് കൊടുക്കുന്നു? 2-3 പോയിന്റ്സ് ഉണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് നമുക്ക് ഡിസ്കസ് ചെയ്യാം.
നമ്മളിവിടെ കത്തിക്കുമ്പോൾ ഇതിനകത്ത് എയർ ഫ്യൂൽ മിക്സർ നമ്മൾ കമ്പഷൻ പ്രോഡക്റ്റ് നടക്കുമ്പോൾ ആ ഒരു കമ്പഷൻ പ്രോഡക്റ്റിൻ്റെ ടെമ്പറേച്ചർ ഒന്ന് 800-900 °C വരും. അപ്പോൾ അത്രയും ഹോട്ട് ഗ്യാസസുമായിട്ടാണ് ആ ഒരു കോൺടാക്റ്റിൽ വരുന്നത്, നമ്മളെ പിസ്റ്റൺ റിങ് കോൺടാക്റ്റ് വരുന്നത്. അതുമാത്രമല്ല ഈ പിസ്റ്റൺ എന്ത് ചെയ്യുകയാണ്, ഈ സിലിണ്ടർ വോൾസിലുമായി ഫിസിക്കൽ കോൺടാക്റ്റ് വന്ന് ഒരു സോളിഡ് ഫ്രിക്ഷൻ നടക്കുകയാണ്. അപ്പോൾ ഫ്രിക്ഷൻ കാരണം ഹീറ്റ് ജനറേറ്റ് ചെയ്യും. അല്ലാതെ തന്നെ അതിനകത്തുള്ള ഗ്യാസസ് എന്താണ്, ഹോട്ട് ഗ്യാസസ് ആണ്. ഈ രണ്ട് കാരണങ്ങളാൽ നമ്മുടെ പിസ്റ്റൺ റിങ്ങിൻ്റെ ടെമ്പറേച്ചർ ഭയങ്കരമായി കൂടും. ടെമ്പറേച്ചർ ഭയങ്കരമായി കൂടിക്കഴിഞ്ഞാൽ ഏതൊരു സബ്സ്റ്റൻസ് ആയാലും അവൻ എന്ത് ചെയ്യും, തെർമലി എക്സ്പാൻഡ് ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ തെർമലി എക്സ്പാൻഷന് വേണ്ടിയാണ് ഈ ഗ്യാപ്പ്. നോർമലി ഇതായിരുന്നു ഗ്യാപ്പ്. ഹൈ ടെമ്പറേച്ചർ ആയപ്പോൾ എന്ത് ചെയ്യുന്നു, ഈ സിലിണ്ടർ റിങ് ഒന്ന് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ആ ഗ്യാപ്പ് ഒന്ന് കുറഞ്ഞു വരും. കണ്ടോ, ഇൻ കേസ് നമ്മൾ ഈ ഗ്യാപ്പ് കൊടുത്തില്ലെങ്കിൽ എന്ത് പറ്റും, ആ എക്സ്പാൻഷൻ കാരണം എക്സ്പാൻഷന് സ്ഥലമില്ലാതെ എന്ത് പറ്റും, ഈ റിങ് പുറത്തോട്ട് എന്ത് ചെയ്യും, ഡിഫോം ചെയ്യും. പിസ്റ്റൺ റിങ്ങിൻ്റെ ഷേപ്പിന് ഡിഫോർമേഷൻ സംഭവിക്കും. എയർ ഫ്യൂൽ മിക്സ്ചർ ഈസി ആയിട്ട് ലീക്ക് ചെയ്ത് പുറത്തു. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ടാണ് അത് കൊടുത്തത്, ഗ്യാപ്പ് കൊടുത്ത് കാരണം എന്താണ്, ഫോർ തെർമൽ എക്സ്പാൻഷൻ. ഫസ്റ്റ് പോയിന്റ്. ഇനി ഞാൻ പറഞ്ഞല്ലോ 2 ഗ്യാപ്പ് ഉണ്ട്, 2 റിങ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ഇതാണ് ഫസ്റ്റ് റിങ്. ഓക്കെ, ഇതിൻ്റെ നേരെ തൊട്ടതായി ആരുണ്ട്, സെക്കൻഡ് റിങ് ഉണ്ട്. ആ സെക്കൻഡ് റിങ് ഇതിൻ്റെ അടിയിലാണ് വരുന്നത്. മോളിൽ നോക്കുമ്പോൾ വ്യൂ ആണ് ഈ വരച്ചിരിക്കുന്നത്. ഇതിന് തൊട്ട് താഴെ ആരുമുണ്ട്, വേറെ സെക്കൻഡ് റിങ്ങും ഉണ്ട്. ആ റിങ്ങിൻ്റെ സ്പേസ് വരുന്നത് ഇവിടെയാണ്. ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഈ റിങ്ങിൻ്റെ ഓപ്പൺ സ്പേസ് കൊടുത്തിരിക്കുന്നത്. ആക്ച്വലി ഈ 2 റിങ്ങും സെയിം സൈസാണ്. അപ്പോൾ ഇതിനെ തൊട്ട് താഴെ വരച്ച് കഴിഞ്ഞാൽ കാണാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി, പഠിക്കാൻ വേണ്ടിയാണ് ഒരു അല്പം വലുതാക്കി വരച്ചിരിക്കുന്നത് കേട്ടല്ലോ. ഈ ഫസ്റ്റ് റിങ്ങിനെ തൊട്ട് താഴെയാണ് വരയ്ക്കുന്നത്, തൊട്ട് താഴെയാണ് സെക്കൻഡ് റിങ് വരുന്നത്. അങ്ങനെ വരച്ചാൽ നമുക്ക് രണ്ടാമത്തെ റിങ് കാണാൻ പറ്റത്തില്ല. നമ്മൾ എന്തിനാണ് ഇത് വരയ്ക്കുന്നത് പഠിക്കാനും പറ്റത്തില്ല. അത് ക്ലിയർ ആക്കാനാണ് ഇതിൻ്റെ അല്പം വലുതാക്കി വരച്ചിരിക്കുന്നത്. ഇനി നമ്മളെ പോയിന്റിലേക്ക് വരാം. എന്തുകൊണ്ട് ഈ ഗ്യാപ്പ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കൊടുക്കുന്നു? ഫോർ എക്സാമ്പിൾ, ഞാൻ ആ ഗ്യാപ്പ് ഇവിടെയാണ് കൊടുത്തതെന്ന് വിചാരിക്കുക. ദിസ് ഈസ് ദ ഗ്യാപ്പ്. ഒരു ഗ്യാപ്പ് ഇവിടെയും കൊടുത്തു, മറ്റൊരു ഗ്യാപ്പ് ഇവിടെ. ഇത് മോളിൽ നോക്കുന്ന പ്ലാൻ ബി ആണ്, ഇത് നേരെ ഫ്രണ്ട് ബി ആണ്. ഓക്കെ, ഗ്യാപ്പ് ഇവിടെ കൊടുത്തു, ഒരു ഗ്യാപ്പ് ഇവിടെയും കൊടുത്തു. നമ്മൾ അങ്ങോട്ട് കംപ്രസ് ചെയ്യുമ്പോൾ എന്ത് പറ്റും, ഈ ഗ്യാപ്പിലൂടെ എയർ ഫ്യൂൽ മിക്സർ എന്ത് ചെയ്യും, ഇങ്ങോട്ട് ലീക്ക്. പക്ഷേ ലീക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ താഴോട്ട് പോകാൻ പറ്റുമോ, ഇല്ല. ഇവിടെ റിങ് ഉള്ളത് കൊണ്ട് എന്ത് ചെയ്യും, ആ ലീക്ക് അവിടെ ഈ ഇവിടെ കൂടെ കംപ്ലീറ്റ്ലി പുറത്ത് എന്ത് ചെയ്യാൻ, ലീക്ക് ചെയ്ത് പുറത്ത് പോകാൻ പറ്റത്തില്ല. അപ്പോൾ പിന്നെ പോകണമെങ്കിൽ എന്ത് ചെയ്യണം, ഈ എയർ ഫ്യൂൽ മിക്സർ ഇത്രയും ദൂരം ട്രാവൽ ചെയ്ത് ഇങ്ങനെ വരണം. അപ്പോൾ ഈ പിസ്റ്റൺ റിങ്ങിൻ്റെ സ്പേസിങ് ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് കൊടുക്കാനുള്ള കാരണം ടു റെഡ്യൂസ് ദ ലീക്കേജ് ഓഫ് എയർ ഫ്യൂവൽ മിക്സ്ചർ. ഓക്കെ അല്ലേ, എയർ ഫ്യൂൽ മിക്സറിൻ്റെ ലീക്കേജ് കുറയ്ക്കാൻ. അപ്പോൾ ഇങ്ങനെ സ്പേസിങ് കൊടുത്തു കഴിഞ്ഞാൽ എയർ ഫ്യൂൽ മിക്സറിൻ്റെ ലീക്കേജ് എന്താണ്, നെഗ്ലിജിബിളി സ്മോൾ ആയിരിക്കും. ആ ലീക്കേജ് കൺസിഡർ ചെയ്താലും കൺസിഡർ ചെയ്തില്ലെങ്കിലും എന്ത് വലിയ വ്യത്യാസം നമ്മൾ ഔട്ട്പുട്ടിൽ വരത്തില്ല. ഓക്കെ, സോ നമ്മൾ പിസ്റ്റൺ റിങ്ങിൻ്റെ ഷേപ്പ് പഠിച്ചു, എന്തുകൊണ്ടാണ് കംപ്രഷൻ റിങ്ങിൻ്റെ ഗ്യാപ്പ് കൊടുത്തിരിക്കുന്നത് പഠിച്ചു. ഇനി തൊട്ട് താഴെ ഓയിൽ റിങ്ങും വരും. അപ്പോൾ ഇവിടെ നിന്നൊരു കാര്യം മനസ്സിലാക്കണം, ഏറ്റവും ആദ്യം കൊടുക്കുന്ന റിങ് ആരായിരിക്കും, എപ്പോഴും കംപ്രഷൻ റിങ് ആയിരിക്കും. പിന്നെ നമ്മൾ എന്ത് കൊടുക്കത്തുള്ളൂ, ഓയിൽ റിങ് കൊടുക്കത്തുള്ളൂ. ആ ഓയിൽ റിങ്ങിൻ്റെ കാര്യം ഞാനിപ്പോൾ പഠിപ്പിക്കുന്നില്ല, അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് IC എഞ്ചിൻ്റെ അകത്തോട്ട് കയറുമ്പോൾ പഠിപ്പിക്കാം. ഇപ്പം നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞു പോകുന്നത്. ഓക്കെ അല്ലേ, സോ പിസ്റ്റൺ റിങ്ങിൻ്റെ കാര്യം ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഇനി ഈ പിസ്റ്റൺ റിങ്ങിൻ്റെ സെക്കൻഡ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, ഏത് മെറ്റീരിയൽ കൊണ്ട് നമ്മളെ പിസ്റ്റൺ റിങ് നമ്മൾ ഉണ്ടാക്കണം. what is the best, which one is the best suitable material for piston ring or compression ring? ഏത് പറയാം, അത് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് കൺസെപ്ച്വലി പഠിക്കാം, ഒരു കഥ പോലെ പഠിക്കാം. പിസ്റ്റൻ്റെ വർക്കിംഗ്, ഈ പിസ്റ്റൺ റിങ്ങിൻ്റെ വർക്കിംഗ് പ്രൊഫൈൽ എന്താണ്? ഒന്ന്, ഇതാണ് ആ പിസ്റ്റൺ റിങ് എന്ന് കൺസിഡർ ചെയ്യുക. ഓക്കെ, ഈ പിസ്റ്റൺ റിങ് ഹോട്ട് ഗ്യാസസുമായി എപ്പോഴും കോൺടാക്റ്റിലോട്ടായിരിക്കും. ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ് പോയിന്റ്, ഈ പിസ്റ്റൺ എന്ത് ചെയ്യുന്നു, സിലിണ്ടർ വോൾസുമായി ഫ്രിക്ഷൻ ഉണ്ട്. കണ്ടിന്യൂസ് റെസിപ്രോക്കേറ്റ് ചെയ്യുമ്പോൾ അവിടെ എന്തുണ്ട്, അവർ തമ്മിൽ ഫ്രിക്ഷൻ വരും. ഫ്രിക്ഷൻ വരുമ്പോൾ ഹ്യൂജ് എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി വരും. രണ്ടാമത്തെ പോയിന്റ്, ഫിസിക്കൽ കോൺടാക്ട് ഉള്ളത് കൊണ്ട് വൈബ്രേഷൻ വരും. അപ്പോൾ ഫ്രിക്ഷൻ വന്നാൽ എന്ത് വരണം, ബെറ്റർ ലൂബ്രിക്കേഷൻ പ്രൊവൈഡ് ചെയ്യണം. വൈബ്രേഷൻ വന്നാൽ അവൻ്റെ വൈബ്രേഷനെ ഡാമ്പ് ചെയ്ത് മാറ്റണം. ഈ 2 പ്രോപ്പർട്ടികളുമുള്ള ഏത് മെറ്റീരിയലാണ് ഉള്ളത് നോക്കണം, ഒന്നാമത്തത്. രണ്ടാമത്തെ പോയിന്റ്,
ഈ പിസ്റ്റൺ എന്ത് ചെയ്യുകയാണ്, ഇതിനകത്തുള്ള ഈ ഹോട്ട് ഗ്യാസസ് വന്ന് പിസ്റ്റണിലോട്ട് വരുമ്പോൾ പിസ്റ്റൻ്റെ ടെമ്പറേച്ചർ, ഈ പറയുന്ന പിസ്റ്റൺ റിങ്ങിൻ്റെ ടെമ്പറേച്ചർ കൂടും. ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ തെർമൽ സ്ട്രെസ്സും ഡെവലപ്പ് ചെയ്യും. തെർമൽ സ്ട്രെസ്സ് വന്നാൽ ആ ഡിഫോർമേഷൻ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റണം. സ്ട്രെസ്സ് കൂടിക്കഴിഞ്ഞാൽ ഈ പിസ്റ്റൺ റിങ്ങിന് എന്തെങ്കിലും ഡിഫോർമേഷൻ സംഭവിച്ചു പോയാൽ എന്ത് സംഭവിക്കും, ഷേപ്പിന് ചേഞ്ച് വരും. ആ ചേഞ്ച് വരുന്ന ഷേപ്പിലൂടെ എന്ത് ലീക്കായി പോകും, എയർ ഫ്യൂൽ മിക്സ്ചർ ലീക്കായി പോകും. അപ്പോൾ 3 കാര്യങ്ങൾ പ്രിവെൻറ്റ് ചെയ്യണം. പിസ്റ്റൻ്റെ ഷേപ്പിന് ചേഞ്ച് വരാൻ പാടില്ല. ഫസ്റ്റ് പോയിന്റ്, ബെറ്റർ ഫ്രിക്ഷൻ ഉള്ളത് കൊണ്ട് ഇവിടെ ലൂബ്രിക്കേഷൻ പ്രൊവൈഡ് ചെയ്യണം. ഫിസിക്കൽ കോൺടാക്റ്റ് ഉള്ളതുകൊണ്ട് വൈബ്രേഷൻ വരും. അപ്പോൾ വൈബ്രേഷൻ അബ്സോർബ് ചെയ്യുന്ന ഒരു ഡാമ്പിംഗ് പ്രോപ്പർട്ടി ഉള്ള ഒരു മെറ്റീരിയൽ ആയിരിക്കണം. ഈ 3 കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു മെറ്റീരിയലാണ് കാസ്റ്റ് അയൺ. എന്താണ് ഇത് 3ഉം സാറ്റിസ്ഫൈ, ഈ 3 കണ്ടീഷൻസുമുള്ള ഒരു 3 പ്രോപ്പർട്ടിയുമുള്ള ഒരു മെറ്റീരിയലാണ് കാസ്റ്റ് അയൺ. അതുകൊണ്ട് പിസ്റ്റൺ റിങ് കൺസ്ട്രക്ട് ചെയ്യുന്നത് എന്ത് മെറ്റീരിയൽ ഉണ്ടായിരിക്കും, കാസ്റ്റ് അയൺ കൊണ്ടായിരിക്കും. ഓക്കെ, ഇനി ഈ ചില സമയത്ത് കാസ്റ്റ് അയൺ എന്ന് പറഞ്ഞാൽ അതിനകത്ത് കാർബൺ പാർട്ടിക്കിൾസ് ഒരുപാടുണ്ട്. അത് കാസ്റ്റ് അയൻ്റെ പാർട്ടിക്കിൾ എന്താ, കാർബൺ പാർട്ടിക്കിൾസ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, ഒരു സോളിഡ് ലൂബ്രിക്കേഷൻ പ്രൊഡ്യൂസ് ചെയ്യും. ഒന്നാമത്തെ പോയിന്റ്, കാസ്റ്റ് അയൺ ഉള്ളത് ഇതിനകത്ത് കാസ്റ്റ് അയൻ്റെ വേറൊരു പ്രോപ്പർട്ടിയാണ് വൈബ്രേഷൻ അവൻ അബ്സോർബ് ചെയ്ത് കളയും. ഓക്കെ, അപ്പോൾ സെൽഫ് ലൂബ്രിക്കേഷൻ പ്രോപ്പർട്ടിയായി. പിന്നെ എന്ത് പ്രോപ്പർട്ടിയുമായി, സെൽഫ് ലൂബ്രിക്കേഷൻ പ്രോപ്പർട്ടി പറഞ്ഞു. പിന്നെ ഈ വൈബ്രേഷൻ അബ്സോർബ് ചെയ്യുന്ന ഡാമ്പിംഗ് പ്രോപ്പർട്ടിയും പറഞ്ഞു. ആദ്യം ഒരു പ്രോപ്പർട്ടി പറയാൻ പറഞ്ഞ് വിട്ടുപോയി, ഏത് ടൈപ്പ് ഓഫ് മെറ്റീരിയൽ. കാസ്റ്റ് അയൺ നമുക്ക് എല്ലാവർക്കും അറിയാം ബ്രിട്ടിൽ മെറ്റീരിയലാണ്. ഡക്റ്റൈൽ മെറ്റീരിയൽ ഒരിക്കലും നമ്മൾ എന്തിനു ഉപയോഗിക്കത്തില്ല, പിസ്റ്റൺ റിങ്ങിന് യൂസ് ചെയ്യത്തില്ല. എന്തുകൊണ്ട് ഡക്റ്റൈൽ മെറ്റീരിയൽ നമ്മൾ പിസ്റ്റൺ റിങ്ങിന് യൂസ് ചെയ്യാത്ത കാരണം, ഡക്റ്റൈൽ മെറ്റീരിയലിന് ഒരു ഞാൻ പറഞ്ഞല്ലോ തെർമൽ സ്ട്രെസ് വരുമ്പോൾ അത് സ്ട്രെസ് ഡെവലപ്പ് ചെയ്യും. ആ ഡെവലപ്പ് ചെയ്യുന്ന സ്ട്രെസ് ഈൽഡ് സ്ട്രെസ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ആ റിങ്ങിൻ്റെ ഷേപ്പിന് പെർമനൻറ്റ് ചേഞ്ചസുകൾ സംഭവിക്കും. പെർമനൻറ്റ് ഷേപ്പ് സംഭവിച്ചു പോയാൽ ആ ഷേപ്പ് സംഭവിച്ച ഇടയിൽ കൂടെ ആര് ലീക്കായി പോകും, എയർ ഫ്യൂൽ മിക്സ്ചർ ലീക്കായി പോകും. അപ്പോൾ ഒരു കാരണവശാലും പിസ്റ്റൺ റിങ്ങിന് ഡക്റ്റൈൽ മെറ്റീരിയൽ പറ്റത്തില്ല. അപ്പോൾ എന്തേ പിന്നെ പറ്റും, ബ്രിട്ടിൽ മെറ്റീരിയൽ. ബ്രിട്ടിൽ മെറ്റീരിയലിനകത്ത് ഞാൻ ഈ പറഞ്ഞ 2 പ്രോപ്പർട്ടികളും ഉള്ളത്, ഡാമ്പിംഗ് കപ്പാസിറ്റിയും സെൽഫ് സോളിഡ് ലൂബ്രിക്കേഷനും പ്രൊവൈഡ് ചെയ്യുന്ന മെറ്റീരിയലാണ് ആര്, കാസ്റ്റ് അയൺ. സോ പിസ്റ്റൺ റിങ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ എന്താണ്, കാസ്റ്റ് അയൺ. ക്ലിയർ? സോ ഇനി ഇതിനകത്ത് വേറൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് കൂടെ പറയാനുണ്ട്. ഇതാണ് ഈ കാണിക്കുന്നതാണ് റിങ്ങെങ്കിൽ ഈ പിസ്റ്റൻ്റെ ഔട്ടർ സർഫസ്, അതായത് സിലിണ്ടർ വോൾസുമായി കോൺടാക്റ്റ് വരുന്ന സർഫസിൽ നമ്മൾ ഒരു എക്സ്ട്രാ കോട്ടിങ് കൊടുക്കുമ്പോൾ ഒരു സിലിക്കോൺ കോട്ടിങ് കൊടുക്കും. എന്ത് കോട്ടിങ് കൊടുക്കും, സിലിക്കോൺ കോട്ടിങ്. സിലിക്കൺ ബോൾസ് എന്ന് പറയാം. സിലിക്കൺ ബോൾസ് എന്താ ചെയ്യുന്നത് അറിയുമോ, ഈ സിലിക്കൺ ബോൾസ് നമ്മൾ ഈ കാസ്റ്റ് അയണിനകത്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ വരുന്ന സിലിക്കൺ ബോൾസ് ഈ പറയുന്ന കാസ്റ്റ് അയണിനകത്തുള്ള കാർബൺ പാർട്ടിക്കിൾസിന് ആക്ടിവേറ്റ് ചെയ്യും. അത് കാരണം കുറച്ചും കൂടെ ബെറ്റർ ലൂബ്രിക്കേഷൻ പ്രൊവൈഡ് ചെയ്യാൻ ആർക്ക് പറ്റും, നമ്മുടെ പിസ്റ്റൺ റിങ്ങിന് പറ്റും. സോ എന്തിനു വേണ്ടിയാണ് സിലിക്കൺ ബോൾസ് നമ്മുടെ പിസ്റ്റൺ റിങ്ങിന് മുകളിലോട്ട്, പിസ്റ്റൺ റിങ്ങിൻ്റെ ഔട്ടർ സർഫസിൽ നമ്മൾ ആഡ് ചെയ്യുന്നത്, ടു പ്രൊവൈഡ് ബെറ്റർ സോളിഡ് ലൂബ്രിക്കേഷൻ or to activate the carbon particles in the cast iron. ഓക്കെ അല്ലേ? സോ ഇത്രയുമാണ് പിസ്റ്റൺ റിങ്ങുമായി ചേർന്ന് നമുക്ക് പഠിക്കേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റിലേക്ക് നമുക്ക് പോകാം.